ഹായ് ഓൾ, വെൽക്കം ടു അനദർ ഇൻഫർമേറ്റീവ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആക്ച്വലി മൈക്രോബയോളജിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ബർജീസ് മാനുവലിൻ്റെ ഒരു വോയിസ് ക്ലാസ് ആയിരുന്നു. അതുപോലെ സെക്കൻഡ് ക്ലാസ്സും ബാക്ടീരിയയുടെ സാലിയൻ ഫീച്ചേഴ്സ്, പിന്നെ ഔട്ടർ സ്ട്രക്ചേഴ്സ്, സെൽ വോളിൻ്റെ പുറത്തുള്ള സ്ട്രക്ചേഴ്സും ഇതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വോയിസ് ഡിസ്കഷനായിരുന്നു. അത് രണ്ടും നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ആ വോയിസ് ക്ലാസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ആ ടൈറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് കേട്ട് പഠിക്കുക. ഓക്കെ, ഇനി വരുന്നത്, അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ് അവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങളതെടുത്ത് കേൾക്കുകയും അതിൻ്റെ എക്സാം എഴുതുകയും വേണം. പിന്നെ വരുന്ന മൂന്നാമത്തെ ക്ലാസ് ഇതാണ്. നമുക്കിതിൽ പഠിക്കാനുള്ളത് സെൽ വോളിന് അകത്തേക്കുള്ള, ബാക്ടീരിയയുടെ സെൽ വോളിന് അകത്തേക്കുള്ള സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് എങ്ങനെയാണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ വ്യത്യാസമായിരിക്കുന്നത്, അല്ലെ, അവർ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോട്ട്സും ഒക്കെ കിടപ്പുണ്ട്, എല്ലാവരും നോട്ട്സും എഴുതിയെടുക്കുക. അപ്പോൾ അതിനകത്ത് ഈ ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയകൾക്ക് വളരെ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ, ഒത്തിരി അവരുടെ സ്ട്രക്ചറിൽ, ഔട്ടർ സ്ട്രക്ചറുകളിലൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കിക്കൊണ്ട് തുടങ്ങാം. ഇത് ഫസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സ്ട്രക്ചറാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഒരു ടൈക്കോയിക് ആസിഡിൻ്റെ ഒരു ലെയറൊക്കെ കാണാം, അല്ല, ടൈക്കോയിക് ആസിഡിൻ്റെ ഒരു ലെയർ കാണാം. താഴെ വളരെ കട്ടിയുള്ള ഒരു പെപ്റ്റിഡോ ഗ്ലൈക്കാനാണ്. കാരണം നമ്മളിവിടെ പറഞ്ഞു ഒരു 80% കൂടുതൽ, വളരെയധികം പെപ്റ്റിഡോ ഗ്ലൈക്കൻ്റെ അളവ് ഇവിടെ കൂടുതലാണ്. പിന്നെ അതിനുശേഷം താഴെയായിട്ടൊരു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. ഇതാണ് നോർമലി ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേസമയം ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഔട്ടർ ലെയർ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ലിപ്പോ പോളിസാക്കറൈഡുകൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രൂപ്പ് ഓഫ് ലിപ്പോ പോളിസാക്കറൈഡ്, അതിൽ ലിപ്പിഡ് എ ടൈപ്പ്, പിന്നെ കോർ പോളിസാക്കറൈഡ്, ഒ പോളിസാക്കറൈഡ്, അതായത് ഒ ആൻറ്റിജൻ എന്ന് പറയുന്ന ഒ പോളിസാക്കറൈഡൊക്കെ കൊണ്ടാണ് ഔട്ടർ ലെയർ ആയിട്ടുള്ള ഈ ഒരു ലിപ്പോ പോളിസാക്കറൈഡിൻ്റെ ലെയർ നിർമ്മിതമായിരിക്കുന്നത് പറഞ്ഞു, അല്ലേ. ഒ പോളിസാക്കറൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റിജനിക് പ്രോപ്പർട്ടി ഉള്ളതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ ഈ ഔട്ടർ മെംബ്രെയിനിൽ നിങ്ങൾക്ക് പോറിൻ ചാനൽസ് കാണാം, അല്ലെ, വലിയ വലിയ പോറിൻ ചാനൽസ് കാണാം. താഴെയായിട്ടൊരു പ്ലാസ്മിക് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു 5 to 10% മാത്രം വരുന്ന പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ ആണുള്ളതെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്ന് കാണുന്നത് ഈ ഒരു ഔട്ടർ മെംബ്രെയിനെ താഴത്തേക്ക് ഈ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയറിലേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ബ്രോൺസ് ലിപ്പോ പ്രോട്ടീനുകളെ നിങ്ങൾക്ക് കാണാം, അല്ലെ. ബ്രോൺസ് ലിപ്പോ, അതൊക്കെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഒരു പ്രത്യേകതയാണ്. ബ്രോൺസ് ലിപ്പോ പ്രോട്ടീനുകളെ നിങ്ങൾക്ക് കാണാം. താഴെയായിട്ട് ഒരു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനും ഒക്കെ കാണാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതിൻ്റെ വ്യത്യാസങ്ങളെന്ന് പറയുന്നത്, അല്ലേ. ഇവിടെ ചെറിയൊരു പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയറാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഉള്ളതെങ്കിൽ ഇവിടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് വലിയൊരു പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ ആയിരിക്കും. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അവർ തമ്മിൽ. അതുപോലെ തന്നെ ഗ്രാം പോസിറ്റീവിന് ടൈക്കോയിക് ആസിഡ് ലെയർ ഉണ്ട്, പക്ഷേ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ടൈക്കോയിക് ആസിഡിൻ്റെ ലെയർ ഇല്ല, മറിച്ച് ലിപ്പോ പോളിസാക്കറൈഡാണ് ഉള്ളത്. ഏറ്റവും പ്രധാന വ്യത്യാസം നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ സെൽ വോളിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി നമ്മൾ സ്ട്രക്ചർ ഇൻറ്റേർണൽ ടു ദ സെൽ വോൾ, അല്ലെ, സെൽ വോളിൻ്റെ അകത്തേക്കുള്ള സ്ട്രക്ചറുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. Immediate below the cell wall is cytoplasmic membrane, which is similar in both gram positive and gram negative bacteria. രണ്ടിലും ഒരേപോലെ തന്നെയാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 75 നാനോമീറ്റർ തിക്ക് ബൈലെയ്ഡ് മെംബ്രെയിൻ ആണ്, ആൻഡ് ഈസ് കമ്പോസ്ഡ് പ്രൈമറിലി ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്, കേട്ടോ. അബൌട്ട് ഒരു 20 to 30% ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ട് തന്നെ ആണ് നിർമ്മിതമായിട്ടുള്ളത്. ബൈലെയ്ഡ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആണ്, എബൌട്ട് ഒരു 60 to 70% പ്രോട്ടീനാണ്. നമ്മളുടെ മെംബ്രെയിൻ അല്ലെങ്കിൽ യൂക്യാരിയോട്ടിക് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ പോലെ തന്നെയാണ് ഏകദേശം ഇതും വരുന്നത്. അതിൽ പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും പെർസെൻറ്റേജിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലേ. ഇവിടെ ഫോസ്ഫോലിപ്പിഡ് 20 to 30% ആണ്, പ്രോട്ടീൻസ് 60 to 70% ആണ്. ദ ഫോസ്ഫോലിപ്പിഡ് ഫോം എ ബൈലെയർ ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസ് ആർ ടെനേഷ്യസ്ലി ഹെൽഡ്, അതായത് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്, അല്ലേ, ഇറങ്ങി ചെന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. അതായത് ലിപ്പിഡ് ബൈലെയറിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന തരം പ്രോട്ടീനുകളായിട്ടാണ് കാണുന്നത്. ആൻഡ് ദീസ് പ്രോട്ടീൻ ഓൺലി ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് മെംബ്രെയിൻ ഓർ ബൈ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിത്ത് ഡിറ്റർജൻസ്. Other proteins are loosely attached and can be removed by mild treatment such as osmotic shock. ഓക്കെ, പ്രോട്ടീനെ റിമൂവ് ചെയ്യപ്പെടുന്ന രീതിയാണ് പറയുന്നത്. ഒന്നുകിൽ ഡിറ്റർജൻസ് വഴിയോ അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഷോക്ക് കൊടുത്തൊക്കെ പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈച്ച് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ ഓഫ് ദ ബൈലെയർ ഹാസ് ബോത്ത് ഹൈഡ്രോഫിലിക് ഹെഡ്
സാധാരണ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന പോലെ തന്നെ ഹൈഡ്രോഫിലിക് ഹെഡ് ഫേസിങ് ഔട്ട്വേർഡ്സ് ആൻഡ് ഹൈഡ്രോഫോബിക് ടെയിൽ ഫേസിങ് ടുവേർഡ്സ് ഈച്ച് അതർ അല്ലേ, അത് നമുക്കറിയാം. ദ ലിപ്പിഡ് മാട്രിക്സ് ഓഫ് ദി മെംബ്രെയിൻ ഹാസ് ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ തന്നെയാണ് ഇവിടെ ഇവരുടെ മെംബ്രെയിനും ഉള്ളത്. Cytoplasmic membrane act as a hydrophobic barrier for the penetration of most water-soluble molecules. However, specific proteins in the membrane facilitate the passage of small molecules across the membrane. അല്ല, ചെറിയ തരം സ്മോൾ മോളിക്യൂൾസിനെ കടത്തിവിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ മെംബ്രെയിനിലുണ്ട്. എന്നാൽ അതേസമയം വലിയ മോളിക്കുലർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കടത്തിവിടുന്നുമില്ല. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഓൾസോ കണ്ടെയ്ൻസ് വേരിയസ് എൻസൈംസ് ഇൻവോൾവ് ഇൻ റെസ്പിറേറ്ററി മെറ്റബോളിസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് അകത്തേക്ക് ഇങ്ങനെ ഇൻവാജിനേഷൻസ് ഉണ്ടല്ലേ, മീസോസോംസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി എൻസൈംസ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇൻട്രാസെല്ലുലാർ മെംബ്രെയിൻ സിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇൻട്രാസെല്ലുലാർ മെംബ്രെയിൻ സിസ്റ്റം. ഇൻട്രാസെല്ലുലാർ മെംബ്രെയിൻ സിസ്റ്റത്തിൽ മീസോസോമാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. ഒരു ബാക്ടീരിയൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം മീസോസോം വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് എന്ന് പറയാം. ബാക്ടീരിയൽ സെൽ ഡു നോട്ട് കണ്ടെയ്ൻ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ഒന്നുമില്ല. മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി അപ്പാരറ്റസ് ഇതൊന്നും തന്നെ ഇല്ല. പക്ഷേ ബാക്ടീരിയയിൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻവാജിനേഷനായിട്ട് ഒരു കുഴിവ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദർ സർഫസ് ഏരിയ ഫോർ സർട്ടൻ ഫംഗ്ഷൻ. സർഫസ് ഏരിയ കൂട്ടാനായിട്ട് നമ്മുടെ ചെറുകുടലിൽ കാണുന്ന പോലെ ഉള്ള മടക്കുകൾ പോലെ ഇവിടെയും ചില ഇൻവാജിനേഷൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് മീസോസോംസ്. എസ്പെഷ്യലി ഇൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദിസ് മെംബ്രെയിൻ ഇൻവാജിനേഷൻസ് ആർ ഇൻ ദ ഫോം ഓഫ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് വെസിക്കിൾസ് ടേംഡ് മീസോസോംസ്. And they are well developed in bacilli and maybe 2 to 4 in number in each cell. അപ്പോൾ അതിൻ്റെ ഒരു നമ്പറും കാര്യങ്ങളും പറയുന്നത് 2 to 4 in number in ഓരോ കോശങ്ങളിലും 2 to 4 in number ഉണ്ടാകും. And their number is higher in those bacteria involved in higher respiratory activity. ഇപ്പോൾ അസറ്റോബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയ വളരെയധികം റെസ്പിറേറ്ററി ആക്ടിവിറ്റി ഉള്ള ബാക്ടീരിയകളിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ കൂടുതലായിരിക്കും. ഈ മീസോസോംസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. And the mesosome may be central or peripheral in position. Central mesosome penetrate deeply into the cytoplasm and located near the middle of the cell. അപ്പോൾ സെൻട്രലായിട്ടോ പെരിഫറലായിട്ടോ ഇത് കാണാം. സെൻട്രലാണെങ്കിൽ വളരെ ഡീപ്ലി സൈറ്റോപ്ലാസത്തിലേക്ക് കുറച്ച് ആഴ്ന്നിറങ്ങിയതായിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് സീം ടു ബി അറ്റാച്ച് ടു ദ ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ മറ്റേ സാധാരണ സെല്ലിൻ്റെയൊക്കെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോവില്ലേ ന്യൂക്ലിയസിൽ നിന്ന്, എന്നിട്ട് പിന്നെ അതിൽ നിന്നും ഗോൾഗി അപ്പാരറ്റസ് ആയിട്ട് പോകുന്ന ഒരു രീതി നമുക്ക് കാണാം. അതുപോലെ സെൻട്രൽ മോഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഇത് ജനറ്റിക് മെറ്റീരിയൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. Okay, and cell and thought to be involved in the replication of DNA and cell division also. So while the peripheral mesosome ആണെങ്കിൽ show only a shallow penetration into the cytoplasm, seem to be involved in export of exocellular enzymes such as penicillinase. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റുകളാണ്, അതെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. പെനിസിലിനേസ് എന്ന് പറയുന്ന എൻസൈം പെരിഫറൽ മീസോസോം ആണെങ്കിൽ അത് ഇതുപോലുള്ള എക്സോ സെല്ലുലാർ എൻസൈമുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ മീസോസോം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസമാണ്. അത് വളരെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ അടുത്ത് വരെ പോകുന്ന അല്ലെങ്കിൽ അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് DNA റെപ്ലിക്കേഷനും സെൽ ഡിവിഷനും ഒക്കെ പാർട്ട് ചെയ്യുന്ന ഒരു മീസോസോം ആയിട്ടാണ് നമ്മളതിനെ പറയുന്നത്. The nature of mesosome was initially considered to be equivalent to mitochondria of higher plants and considered to be pockets of respiratory activity since they lack outer membrane. ഇവർക്ക് ഒരു രണ്ട് മെംബ്രെയിനായിട്ടല്ല കാണുന്നത്, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മൈറ്റോകോൺട്രിയൊക്കെ കാണുന്നത് പോലെ ഡബിൾ മെമ്പേർഡ് മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ മൈറ്റോകോൺട്രിയയ്ക്ക് തുല്യമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. മാത്രമല്ല പല ATPase അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ് പോലുള്ള എൻസൈമുകളും സൈറ്റോക്രോം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ അങ്ങനെ മൈറ്റോകോൺട്രിയയുടെ ഒരു മൈറ്റോകോൺട്രിയ പോലെ തന്നെയാണ് മെസോസോം ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, സോ ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദാറ്റ് മെസോസോം ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് സെപ്റ്റം ഓൾസോ. അതായത് സെപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ബാക്ടീരിയൽ റിപ്രൊഡക്ഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറുകളാണ്. മെംബ്രെയിൻ തന്നെ മുറിഞ്ഞ് അല്ലെങ്കിൽ മെംബ്രെയിൻ തന്നെ ഇൻവാജിനേറ്റ് ചെയ്തൊക്കെയാണല്ലോ രണ്ട് ബാക്ടീരിയൽ സെൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നതാണ് സെപ്റ്റം. അപ്പോൾ ഈ സെപ്റ്റം ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് മീസോസോം ആണെന്ന് പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ നമ്മളിതിനെ മൈറ്റോകോൺട്രിയയോട് താരതമ്യം ചെയ്തിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പല എൻസൈമുകളൊന്നും ഇല്ല. അതുമാത്രമല്ല ഇത് ഡബിൾ മെംബ്രെയിൻ ഇല്ലാത്തൊരു ഓർഗനാണ്. സോ അതുകൊണ്ട് നമ്മൾ മൈറ്റോകോൺട്രിയ ആയിട്ട് നമുക്കങ്ങനെ താരതമ്യപ്പെടുത്തി പറയാനായിട്ട് കഴിയില്ല. ദെൻ റൈബോസോംസ് ആണ്. റൈബോസോംസ് ആർ ഫൗണ്ട് ഇൻ ഫ്രീ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ആൻഡ് ആർ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സൈറ്റോപ്ലാസം. അല്ലേ, ഫ്രീ നമ്മുടേതുപോലെ ഇപ്പോൾ പിന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമായിട്ട് ചേർന്നിട്ട് അങ്ങനെയൊന്നുമല്ല കാണുന്നത്. ഇവിടെ ഇറ്റ് ഈസ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 30% ഓഫ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ബാക്ടീരിയം. കേട്ടോ, ഏകദേശം ഒരു 30% റൈബോസോമാണ് ഇതിൻ്റെ ഒരു ബാക്ടീരിയയുടെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ. ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് എ നമ്പർ ഓഫ് റൈബോസോംസ് ആർ ഹെൽഡ് ടുഗദർ ബൈ mRNA ആൻഡ് ഫോം പോളി റൈബോസോം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇങ്ങനെ മാല പോലെ റൈബോസോമുകൾ മുത്തുകളായിട്ട് പോലെ കോർത്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് പോളി റൈബോസോമുകൾ എന്ന് പറയുന്നത്. അത് ബാക്ടീരിയയിൽ കാണുന്നുണ്ട്. ദ നമ്പർ ഓഫ് റൈബോസോം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഇത്രത്തോളം പ്രോട്ടീൻ സിന്തസിസ് ആവശ്യമുണ്ട്, അതിനനുസരിച്ച് അത് നേരാനുപാതികമാണ് എത്ര നമ്പർ ഓഫ് റൈബോസോം എന്നുള്ളത്. നമ്മുടെ കേസിലൊന്നും അത് അങ്ങനെയല്ല. എന്നാലും നമ്മുടെ യൂക്യാരിയോട്ടിക് കോശങ്ങളുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. റൈബോസോം ഓഫ് പ്രോക്യാരിയോട്ട് ആർ ഓഫ് 70S ടൈപ്പ് ആണ്. and whose molecular weight is about 2.7 million, and each 70S ribosome is composed of 2 subunits, larger 50S and a smaller 30S. At low concentration of Mg2 plus ions, these 70S ribosome is dissociated into 2 subunits. അത് നമുക്കറിയാം, നമുക്ക് മാഗ്നീഷ്യം അയോണുകളാണ് റൈബോസോമിൻ്റെ അസോസിയേഷനും ഡിസോസിയേഷനും തീരുമാനിക്കുന്നത് അറിയാം അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് അല്ലേ. റൈബോസോം അസോസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് Mg2 plus ions ആണ്, മാഗ്നീഷ്യം അയോൺസ് ആണ്. അപ്പോൾ പൊതുവെ ബാക്ടീരിയയിൽ കാണപ്പെടുന്നത് 70S ടൈപ്പ് ഓഫ് റൈബോസോമാണ്. അത് 50 സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ് അല്ലേ, അതിൻ്റെ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. സ്വെഡ്ബർഗ് യൂണിറ്റ് 50 സ്വെഡ്ബർഗ് യൂണിറ്റ് ഉള്ളതും 30 സ്വെഡ്ബർഗ് യൂണിറ്റ് ഉള്ളതുമായിട്ടുള്ള 2 ചെറിയ യൂണിറ്റുകൾ ചേർന്നിട്ടാണ് ബാക്ടീരിയയുടെ കേസിൽ എന്തുണ്ടായിരിക്കുന്നത്, റൈബോസോം ഉണ്ടായിരിക്കുന്നത്. ഈ റൈബോസോം ഓഫ് ഈക്കോളി ബാക്ടീരിയ ഈസ് മേഡ് അപ്പ് ഓഫ് 63% ഓഫ് RNA, 37% of protein. ഓക്കെ, അല്ലെങ്കിൽ ദേ ആർ 2:1 റേഷ്യോയിലാണെന്ന് പറയാം. മെനി ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ who inhibit the protein synthesis in bacterial cell have main target on the ribosome of the bacterium. ശരിക്കും നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സിന്തസിസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഒന്ന്, അങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഈ ബാക്ടീരിയയുടെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലതരം സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ ഇവയൊക്കെ ബാക്ടീരിയയുടെ ഈ റൈബോസോമിലാണെങ്കിൽ റൈബോസോം പ്രോട്ടീൻ സിന്തസിനെയാണ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ റൈബോസോമിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം, അതിനെയാണ് നശിപ്പിക്കുന്നതെന്ന് പറയാം. ദെൻ ലാമെല്ലെ ഓർ ക്രോമാറ്റോഫോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ലാമെല്ലാർ തൈലക്കോയിഡ് ഓർ വെസിക്കിൾസ് ആർ ഫൗണ്ട് ഇൻ മെനി ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിൽ കാണുന്നതാണത്. They are known as chromatophores. അവരുടെ പേരാണ് chromatophores. Lamellae are synthesized by 2 unit membrane. These membrane are distributed throughout the cytoplasm. This chromatophore are hollow rounded structure with a diameter of about 300 angstrom. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യം, ലാമെല്ല അല്ലെങ്കിൽ ക്രൊമാറ്റോഫോർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിലുള്ള സ്ട്രക്ചറാണ്. ഈ ക്രൊമാറ്റോഫോർ എന്ന് പറയുന്ന ഒരു ടേമാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിലുള്ള സ്ട്രക്ചറാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, പിന്നെ ദ ബി ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് എൻസൈം റിക്വയർഡ് ഫോർ ലൈറ്റ് റിയാക്ഷൻ, അല്ല ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ലൈറ്റ് റിയാക്ഷനും മറ്റുമൊക്കെയുള്ള എൻസൈം ഉണ്ട്. പക്ഷേ എന്നാൽ ഡാർക്ക് റിയാക്ഷന് വേണ്ടിയിട്ടുള്ള എന്തില്ല, എൻസൈംസ് ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഡാർക്ക് റിയാക്ഷനിലൂടെയാണ് നമ്മൾ പിന്നീട് ബാക്കിയുള്ളപ്പോൾ നമ്മുടെ നോർമൽ C3 സൈക്കിൾ നടക്കില്ലേ, അതുപോലെ ഇവിടെ പ്ലാന്റ്സിൽ നടക്കുന്ന പോലെ അതിന് എന്തില്ല, എൻസൈംസ് ഒന്നും, ഡാർക്ക് റിയാക്ഷൻ്റെതായിട്ടുള്ള എൻസൈംസ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ലൈറ്റ് റിയാക്ഷൻ ആവശ്യമുള്ള എൻസൈംസ്, പിഗ്മെൻറ്റ്സ് സംഭവങ്ങളെല്ലാം ഈ ക്രൊമാറ്റോഫോറിൽ ഉണ്ടാവും എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കാം, സൈറ്റോപ്ലാസത്തിലേക്ക് കിടക്കാം. സൈറ്റോപ്ലാസം ഇസ് ദ പാർട്ട് ഓഫ് ബാക്ടീരിയൽ സെൽ സറൗണ്ടഡ് ബൈ ദ, ഇതിനകത്തുള്ള സൈറ്റോപ്ലാസം കോശദ്രവ്യം 80% എന്താണ്, വാട്ടറാണ്. ബാക്കിയുള്ള ഇതാണ് ന്യൂക്ലിക് ആസിഡുകളും പ്രോട്ടീൻ, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇനോർഗാനിക് ആയിട്ടുള്ള അയോൺസ് അല്ലെ, മറ്റ് ചില ലോ മോളിക്കുലർ പിന്നെ കോമ്പൗണ്ട്സ് ഒക്കെ ഇതിനകത്ത് വരുന്നു.
ഓക്കെ, സൈറ്റോപ്ലാസം ഓഫ് പ്രോക്യാരിയോട്ട് ലാക്സ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആൻഡ് സൈറ്റോസ്കെൽട്ടൺ. അപ്പോൾ ഇവിടെ ബാക്ടീരിയയുടെ കേസിൽ പറയുകയാണെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്ന സംഭവമില്ല അല്ലേ. അതിന് സൈറ്റോപ്ലാസ്മിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൈറ്റോസ്കെൽട്ടൺ ഇവിടെ ആബ്സെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് സൈറ്റോപ്ലാസ്മിൽ ഉള്ളത് നോക്കാം. കോൺസെൻട്രേറ്റഡ് ഡെപ്പോസിറ്റ് ഓഫ് വെറൈറ്റി ഓഫ് റിസർവ് മെറ്റീരിയൽസ് ആർ ഡിറ്റക്റ്റബിൾ ഹിയർ. അപ്പോൾ ദേ ഹാവ് ഹൈ മോളിക്കുലാർ വെയിറ്റ് ആൻഡ് യൂഷ്വലി ഓസ്മോട്ടിക്കലി ഇനേർട്ടാണ്. പിന്നെ അതായത് നമുക്ക് ഇങ്ങനെ ഫ്രീലി നല്ല മോളിക്കുലാർ വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്രീലി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാനൊന്നും പറ്റില്ല. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. പോളിമെറ്റാഫോസ്ഫേറ്റ്. ഇനി ഈ പേരുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. പോളിമെറ്റാഫോസ്ഫേറ്റ്, ദർ ഓൾസോ നോൺ ആസ് വോളിറ്റിൻ, വോളിറ്റിൻ ഗ്രാന്യൂൾ കേട്ടോ. ദർ ഓൾസോ നോൺ ആസ് വോളിറ്റിൻ ഗ്രാനുൾ. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് നിങ്ങൾ എഴുതി വയ്ക്കണം. ദർ ഓൾസോ നോൺ ആസ് വോളറ്റിൻ ഗ്രാന്യൂൾ ഓർ മെറ്റക്രോമാറ്റിക് ഗ്രാന്യൂൾസ്. പോളിമെറ്റാഫോസ്ഫേറ്റിനെ നമ്മൾ വോളറ്റിൻ ഗ്രാന്യൂൾ എന്നോ മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് എന്നോ നമുക്കിതിനെ പറയാം. വിച്ച് അപ്പിയർ റെഡിഷ് വയലറ്റ്, ഒരു റെഡിഷ് വയലറ്റ് കളറിലാണ് ആഫ്റ്റർ സ്റ്റെയിനിങ് വിത്ത് നമ്മൾ മെത്തിലിൻ ബ്ലൂ കൊണ്ട് കളർ ചെയ്താൽ ഒരു റെഡിഷ് വയലറ്റ് കളറിൽ കാണുന്ന വോളറ്റിൻ ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ പോളിമെറ്റാഫോസ്ഫേറ്റ് അല്ലെങ്കിൽ മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് കാണാം. ദേ ആർ മോസ്റ്റ് കോമൺ ഇൻ സ്പൈറലം, വോളിറ്റാൻസ്, കൊറൈൻ ബാക്ടീരിയം, ഡിഫ്തീരിയ, മൈക്രോ ബാക്ടീരിയയിലൊക്കെ ഇത് കാണുന്നു. ആൻഡ് ദിസ് ഇസ് റിക്വയർഡ് ഡ്യൂറിങ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. ദിസ് ഇസ് റിക്വയർഡ് ഡ്യൂറിങ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. ഇത് രണ്ടാമത്തെ വരുന്നത് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. ദേ സെർവ് ആസ് സോഴ്സ് ഓഫ് മെറ്റബോളിക് എനർജി. ഒന്നാമത്തേത് പോളിമെറ്റാഫോസ്ഫേറ്റ് ആണ്, മറക്കണ്ട. രണ്ടാമത്തേത് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ആണ്. ഇവിടെ ബാക്ടീരിയയ്ക്ക് ഒരു മെറ്റബോളിക് എനർജി കൊടുക്കുന്നത് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബാസിലസ് മെഗാതീരിയം ഹു കണ്ടെയ്ൻ അബൌട്ട് 60% ഓഫ് ദ ഡ്രൈ വെയിറ്റ് കേട്ടോ. സുഡാൻ ബ്ലാക്ക് കൊണ്ട് കളർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെയിൻ ചെയ്യുന്നതാണ് പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. നമുക്കപ്പോൾ കാണാൻ പറ്റും ബാസിലസ് മെഗാതീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ഒരു 60% അതിൻ്റെ വെയിറ്റിൽ പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കാണാൻ പറ്റും. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് പോളി ഗ്ലൂക്കാൻ ഗ്രാന്യൂൾസ് ആണ്. ദേ അപ്പിയർ ബ്ലൂ, റെഡിഷ് ബ്ലൂ ഓർ ബ്രൗൺ വെൻ സ്റ്റെയിൻ വിത്ത് അയോഡിൻ. അയോഡിൻ കൊണ്ട് പിന്നെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പോളി ഗ്ലൂക്കാൻ ഗ്രാന്യൂൾസിന് നമുക്ക് നീല കളറിലോ റെഡിഷ് ബ്ലൂവിലോ ബ്രൗണിലോ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സൾഫർ ഇൻക്ലൂഷൻസ് ഉണ്ട്. ദേ ആർ ഫൗണ്ട് ഇൻ ബാക്ടീരിയ ഗ്രോയിങ് ഇൻ എൻവയോൺമെൻറ്റ് റിച്ച് ഇൻ സൾഫർ. പർപ്പിൾ സൾഫർ ബാക്ടീരിയ വിച്ച് ഹൈഡ്രജൻ സൾഫൈഡൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സൾഫർ ബാക്ടീരിയസിൽ ഇത് കാണാൻ പറ്റും. അതായത് ഇലക്ട്രോൺ ഡോണർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബാക്ടീരിയ ബിഗ്യോട്ട, അതുപോലെ തന്നെ പിന്നെ തയോത്രിക്സിലൊക്കെ ഇത് കാണപ്പെടുന്നത്. സൾഫർ ബാക്ടീരിയാസിൽ പ്രധാനമായിട്ടും ഇതൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ഗ്രാന്യൂൾസൊക്കെ ഇതിനകത്ത് പ്രസൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിലെന്ന് പറയുന്നത് നമ്മുടെ വോളിറ്റിനാണ്. ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുള്ള സാധനം വോളിറ്റിൻ അല്ലെങ്കിൽ മെറ്റക്രോമാറ്റിക് ഗ്രാന്യൂൾസ് പോളിമെറ്റാഫോസ്ഫേറ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മാത്രമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഗ്യാസ് വാക്യൂൾസ് ഉണ്ട്. സം ബാക്ടീരിയ ലിവിങ് ഇൻ അക്വാർഡ് ഹാബിറ്റാറ്റ് ഫ്രം ഫോം ഗ്യാസ് വാക്യൂൾസ് പ്രൊവൈഡ് ബോയൻസി, അല്ലെങ്കിൽ ബോയൻസി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് വാക്യൂൾസ് ഉണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഇത് വളരെ ബ്രൈറ്റ് റിഫ്രാക്റ്റൈൽ ബോഡീസ് ആയിട്ട് കാണാൻ പറ്റും. ക്യാൻ മെയ്ഡ് ഇൻ ടു കൊളാപ്സ് അണ്ടർ പ്രഷർ ആൻഡ് ദെയർ ബൈ ലോസ് ദെയർ റിഫ്രാക്ഷൻ. അല്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ആ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൊളാപ്സ് ചെയ്ത് ആ ഒരു ഗ്യാസ് വാക്യൂൾസ് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ, നോൺ പിഗ്മെൻറ്റഡ് മെമ്പേഴ്സ് ഓഫ് ഫോട്ടോഗ്രാഫ്. എക്സാമ്പിൾ പറയുകയാണ് ഫോട്ടോട്രോഫിക് ബാക്ടീരിയ ലൈക്ക് പോളിനീമ, ഹോളോ ബാക്ടീരിയം, ക്ലോസ്ട്രീഡിയം. ഓക്കെ, അപ്പോൾ ഇവിടെ പോളിനീമ, ഹോളോ ബാക്ടീരിയ ഇതൊന്നും എക്സാമ്പിൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്നും നോക്കേണ്ട. ഗ്യാസ് വാക്യൂൾസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ബയോൻസി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗ്യാസ് വാക്യൂൾസ് ആർ ഡെയർ, അത്ര അറിയാം. നെക്സ്റ്റ് ന്യൂക്ലിയർ മെറ്റീരിയലാണ്. ന്യൂക്ലിയർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ ന്യൂക്ലിയർ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ലൈക്ക് അതർ പ്രോക്യാരിയോട്ട് ബാക്ടീരിയ ലാക്ക് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. കാരണം its genetic material is designated under the area near the center of the cell and regarded as nucleoid. A chromatin body or bacterial chromosome, since it consists of single circular DNA molecule in which all genes are linked. നമ്മുടെ ഇതൊരു HSA ഞാൻ പറഞ്ഞിരുന്നു. HSA നാച്ചുറൽ സയൻസിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സിംഗിൾ സർക്കുലാർ DNA മോളിക്യൂളാണ് നമുക്ക് ബാക്ടീരിയയിൽ കാണാൻ കഴിയുക. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് വിസിബിൾ അണ്ടർ ദ ലൈറ്റ് മൈക്രോസ്കോപ്പ് ബൈ ഫ്യൂൾജൻ
സ്റ്റെയിനിങ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫ്യൂൾജൻസ് സ്റ്റെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സർക്കുലർ DNA ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. Under electron microscopy, it appears as a light area with a delicate fibrillary structure. Its size measures about 1000 micron in length and 3 nanometer in diameter. ഓക്കെ, സോ നാനോമീറ്ററിൽ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് 10⁻⁹ പറയുന്നത്. ആങ്സ്ട്രത്തിലാണെങ്കിൽ പിന്നെ 10⁻⁻10 പറയുക. അതുപോലെ തന്നെ പിന്നെ മൈക്രോൺ എന്ന് പറയുമ്പോൾ 10⁻�6 വരും കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കാം. സോ എനിവേ 1000 മൈക്രോണിൻ്റെ ഒരു ഇതിലായിട്ട് നമുക്ക് ഈ ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ റീജിയനെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. ഇറ്റ്സ് മോളിക്കുലർ വെയിറ്റ് ഇസ് നിയർലി 5 × 10⁻⁹. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 × 10⁻⁹ എന്നുള്ള അതിൻ്റെ ഒരു ഡാൾട്ടൺ മോളിക്കുലർ വെയിറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. And it has about 4000 genome whose replication is by semi-conservative method, and the bacterial chromosome differ from eukaryotic chromosome in lacking histone. Okay, so here it's a very important thing. നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബാക്ടീരിയൽ ക്രോമസോമിന് എന്താ പ്രത്യേകത? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഇതിന് 4000 ജീനോം, അതിൻ്റെ ഒരു ഇറ്റ് ഹാസ് അബൌട്ട് 4000 ജീനോം, 5 × 10⁻⁹ വെയിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർക്കണം. ഹവർ polyamines lacking histone protein, however polyamines may be found to be summer-phosphate group of the bacterial DNA. polyamines കാണാം കേട്ടോ. ഓക്കെ, polyamines are small molecules rich in amino groups. polyamines കാണാം. ഓക്കെ, അമിനോ ഗ്രൂപ്പ്സ് കൊണ്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പോളിഅമീനുകൾ കാണാം. ഓക്കെ, ന്യൂക്ലിയർ മെറ്റീരിയലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോട്ട് ചെയ്യുക. ദ ക്രോസ് സെക്ഷൻ ഓഫ് ന്യൂക്ലിയോയിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 500 to 900 strands folded back and forth several hundred times. സൈസ് ഓഫ് ദ അല്ലേ നമുക്ക് കാണാം, ഒരു അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും സ്ട്രാൻഡ്സ് 500 to 900 സ്ട്രാൻഡ്സിനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. സൈസ് ഓഫ് ന്യൂക്ലിയോയിഡ് ഇൻക്രീസസ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ്റെ സമയത്ത് സൈസ് കൂടുന്നു. ഇനി നെക്സ്റ്റ് ഇസ് പ്ലാസ്മിഡ് ആൻഡ് എപ്പിസോംസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്ടീരിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ എപ്പിസോംസ്. പ്ലാസ്മിഡും അതുപോലെ തന്നെ എപ്പിസോംസും. സോ ഇൻ മെനി ബാക്ടീരിയ ഇൻ അഡീഷൻ ടു ന്യൂക്ലിയോയിഡ് ദർ ഇസ് എൻ എക്സ്ട്രാ സ്മോൾ സർക്കുലർ DNA സെഗ്മെൻറ്റ്. അപ്പോൾ നോർമൽ അതിൻ്റെ ഒരു ബാക്ടീരിയയുടെ യഥാർത്ഥത്തിലുള്ള ന്യൂക്ലിയോയിഡും സർക്കുലറാണ്. എക്സ്ട്രാ പിന്നെ ന്യൂക്ലിയോയിഡും എന്താണ്? സർക്കുലർ തന്നെയാണ്. പ്ലാസ്മിഡും സർക്കുലറാണ്. സോ വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് റിംഗ് ഈസ് കോൾഡ് പ്ലാസ്മിഡ്. ദ റെപ്ലിക്കേഷൻ ഈസ് ഓട്ടോണോമസ് റെപ്ലിക്കേഷൻ ഉള്ള വസ്തുക്കളാണ് പ്ലാസ്മിഡ്. അതുകൊണ്ടാണ് നമ്മളതിനെ പല ഈ ടെക്നോളജി DNA നമ്മുടെ റീകോmbinant DNA ടെക്നോളജിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് എക്സ്ട്രാ ക്രോമസോമൽ DNA ഫ്രാഗ്മെൻറ്റ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ലീഡർബർഗ് കേട്ടോ. ലീഡർബർഗാണ് പ്ലാസ്മിഡ് കണ്ടുപിടിച്ചത്. ആൻഡ് ദേ ആർ എക്സ്ട്രാ ക്രോമസോമൽ, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, അല്ലെ സ്റ്റേബിളി ഇൻഹെറിറ്റഡ് ആണ്. ആൻഡ് ഹ്യൂസ് സൈസ് റേഞ്ചസ് ഫ്രം അബൌട്ട് 20 to 100 kb. 20 to 100 kb ആണ്. ഈ ബാക്ടീരിയൽ ക്രോമസോം ഇസ് അബൌട്ട് 4000 കിലോ ബേസ് പെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ജീനോം പറഞ്ഞു അല്ലേ. അതായത് ബേസ് പെയറുകളുടെ എണ്ണമാണ് പറയുന്നത് അല്ലേ. 4000 ഓളം കിലോ ബേസ് പെയർ ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതിൽ തന്നെ ഈ പ്ലാസ്മിഡിൻ്റെ ആണെങ്കിൽ 20 to 100 kb പെയർസാണ്, ബേസ് പെയർസാണ് ഉണ്ടാവുക. Plasmid has an independent replication and contain own system for initiating and controlling the replication. The numbers of genes in plasmid vary from 3 to 4 who has no role in viability or growth of bacteria. അപ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്ലാസ്മിഡ് യാതൊരു ഫംഗ്ഷനുമില്ല. 2 types of plasmids have been identified. ഒന്ന് കോൺജുഗേറ്റീവ് പ്ലാസ്മിഡും നോൺ കോൺജുഗേറ്റീവ് പ്ലാസ്മിഡും. Conjugative plasmida carries genes that promote the transfer of plasmids from host cell to recipient cell. കോൺജുഗേഷൻ നടക്കുന്ന സമയത്ത് ജീൻസിനെ ക്യാരി ചെയ്യാൻ വേണ്ടി, ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ്. നോൺ കോൺജുഗേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് കോൺ പ്രൊമോട്ട് ഇറ്റ്സ് ഓൺ ട്രാൻസ്ഫർ ബൈ കോൺജുഗേഷൻ. അപ്പോൾ കോൺജുഗേറ്റീവ് അല്ലാത്ത പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ അതിനങ്ങനെ ഈ ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കഴിവില്ല. Okay, so episomes are the plasmid which get integrated into the bacterial chromosome. അപ്പോൾ എപ്പിസോംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടേം വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലാസ്മിഡ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എപ്പിസോമും പ്ലാസ്മിഡും ഒന്നാണ് തെറ്റിദ്ധരിക്കരുത്. പ്ലാസ്മിഡ് ഈസ് സ്ട്രിക്ട്ലി എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് നമ്മുടെ പിന്നെ ബാക്ടീരിയയുടെ
ഒറിജിനൽ ആക്ച്വൽ ക്രോമസോമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന സെറ്റോപ്ലാസത്തിൽ തന്നെ നിൽക്കുന്ന സർക്കുലർ DNA ആണ്. പക്ഷേ എപ്പിസോംസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ ബാക്ടീരിയൽ ക്രോമസോം. അതുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എപ്പിസോംസ്. അത് കണ്ടുപിടിച്ചത് ജേക്കബ് ഷാഫോ ആൻഡ് വോൾമാൻ ആണ്. അപ്പോൾ ആദ്യത്തേത് പ്ലാസ്മിഡ് ലീഡർബർഗ് ആയിരുന്നു. ഇവിടെ ജേക്കബ് ഷാഫോ ആൻഡ് വോൾമാൻ ആണ് എപ്പിസോംസിനെ കണ്ടുപിടിച്ചത്. First mentioned plasmid responsible for fertility was named as fertility factor F factor. It plays an important role in conjugation in E. coli. It is about 94.5 kb ഉണ്ട്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യം പ്ലാസ്മിഡ് എന്താണെന്ന് ഓർക്കുക, പ്ലാസ്മിഡിൻ്റെ പണി എന്താണെന്ന് ഓർക്കുക, എപ്പിസോംസ് എന്താണെന്ന് ഓർക്കുക, എപ്പിസോംസ് കണ്ടുപിടിച്ചതാര്, പ്ലാസ്മിഡ്സ് കണ്ടുപിടിച്ചതാര്, നമ്മൾ അങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കുക. ഓക്കെ, ദെൻ it is about 94.5 kb long, carries gene responsible for cell attachment and plasmid transfer between specific strains of bacteria. അല്ല, കോൺജുഗേഷൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡോണർ സെല്ലിൽ നിന്ന് റെസിപ്പിയൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അതാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്, അല്ലേ, കോൺജുഗേറ്റഡ് പ്ലാസ്മിഡ്. ഏകദേശം ഈക്വളിയുടെ 94.5 kb ഉള്ള പ്ലാസ്മിഡിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബാക്ടീരിയൽ ന്യൂക്ലിയോയിഡ്, അല്ലെ, ഒരു മാല പോലെ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയോയിഡ്, അല്ല, നമ്മൾ പറഞ്ഞു 500 to 900 സ്ട്രാൻഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടിരിക്കുന്ന ഇത് കാണാം. ഇത് റെപ്ലിക്കേഷൻ നടക്കുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് സ്ട്രാൻഡും ന്യൂ സ്ട്രാൻഡും ഒക്കെ കാണിച്ചിട്ടുണ്ട്. നിക്ക് ചെയ്യുന്ന റീജിയനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാച്ചുറലി ഒക്യൂറിങ് പ്ലാസ്മിഡ്സ് എന്തൊക്കെയാണ്? അവർ ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പീഷീസ് സ്പെസിഫിക് ആണ്. ടു വൺ ഓർ ഫ്യൂ സ്പീഷീസ് ഓഫ് ബാക്ടീരിയ, അല്ലേ, വളരെ സ്പീഷീസ് സ്പെസിഫിക് ആണ്. ഒരേ സ്പീഷീസിൽ വരുന്നവർ തമ്മിലാണ് കോൺജുഗേഷൻ നടക്കുന്നതും. ഓക്കെ, സ്പീഷീസ് സ്പെസിഫിക് ആണ്. പിന്നെ ദേ ക്യാൻ അണ്ടർഗോ റിവേഴ്സിബിൾ ഇൻറ്റഗ്രേഷന് പോവാം. അതുപോലെ തന്നെ ഫ്യൂ പ്ലാസ്മിഡ് ക്യാൻ പിക്കപ്പ് ആൻഡ് ട്രാൻസ്ഫർ ക്രോമസോമൽ ജീനെയും ഇത് വേണമെങ്കിൽ, കാരണം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാസ്മിഡും ഉണ്ട്, അല്ലേ. അപ്പോൾ ചില പിന്നെ പ്ലാസ്മിഡുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രോമസോമൽ ജീനെയും കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ബൈ, ഇത് കോൺജുഗേഷൻ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. യൂഷ്വലി കണ്ടെയ്ൻ അപ് ടു 40 ജീൻസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 4000 ബേസ് പെയർസ് ആണ് ടോട്ടൽ ജീനോമിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്ലാസ്മിഡിന് 40 ജീൻസ് ഒക്കെയാണ് പറയുന്നത്. ദേ ഡു നോട്ട് ഒക്യൂർ ഫ്രീ ഇൻ നേച്ചർ. ഒരിക്കലും നേച്ചറിൽ ഫ്രീ ആയിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. ബാക്ടീരിയയുടെ അകത്തൊരു ഇൻക്ലൂഷൻ, ഒരു സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷനായിട്ട് നമുക്ക് പ്ലാസ്മിഡിനെ കാണാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ന്യൂട്രീഷനെ ഞാൻ പഠിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. ബാക്ടീരിയൽ ന്യൂട്രീഷൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ബാക്ടീരിയൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പഠിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ റിപ്രൊഡക്ഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ബാക്ടീരിയൽ റിപ്രൊഡക്ഷനാണ് വരുന്നത്. ബാക്ടീരിയൽ സെൽ സ്ട്രക്ചറും അതിൻ്റെ കാര്യങ്ങളും ഓരോ ഫംഗ്ഷനും ഒക്കെ നമ്മൾ പഠിച്ചു. സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ, ഗ്രാം പോസിറ്റീവും നെഗറ്റീവിൻ്റെയും കാര്യം പഠിച്ചു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റിപ്രൊഡക്ഷൻ എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല, നമുക്ക് സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ്ങും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഇതിൻ്റെ ബാക്ടീരിയയുടെ റിപ്രൊഡക്ഷനിൽ സെക്ഷൽ റിപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ്